നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകിയ ആർ.എസ്.എസ് A+ കാറ്റഗറിയിലുള്ള നാട്ടിക, തൃശൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് മുതിർന്ന നേതാക്കളെ നിയോഗിച്ചത്. അതേസമയം മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരെ മത്സരിപ്പിക്കാൻ ബി.ജെ.പി നീക്കം നടത്തുന്നുവെന്ന ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ ബി.ജെ.പിയുമായി സഹകരിക്കാനില്ലെന്ന് മുൻ മേയർ M.K. വർഗീസ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം ദി ബിഗസ്റ്റ്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനയും സംഘടനാ പ്രവർത്തനങ്ങളിൽ മുന്നേറ്റവും ഉണ്ടാക്കിയ തൃശൂർ ജില്ലയിൽ തന്ത്രപരമായ നീക്കങ്ങൾക്കാണ് ആർ.എസ്.എസ് തയ്യാറെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയമെന്ന ലക്ഷ്യത്തിനപ്പുറം ഭാവിയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രവിജയം സമ്മാനിച്ച ജില്ലയിൽ ശക്തമായ അടിത്തറയുണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രതീക്ഷയുള്ള A+ മണ്ഡലങ്ങളിൽ പ്രധാന നേതാക്കൾക്ക് ആർ.എസ്.എസ് ചുമതല നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടുകൾക്ക് മുകളിൽ സമാഹരിക്കാൻ കഴിഞ്ഞ നാട്ടിക, തൃശൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് പ്രധാന നേതാക്കൾക്ക് ചുമതല. പ്രാന്തീയ കാര്യകാരി M.C. വത്സന് നാട്ടികയിലും വിഭാഗ് കാര്യവാഹക് C.N. ബാബുവിന് തൃശൂർ മണ്ഡലത്തിന്റെയും ചുമതല നൽകിയപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി K.P. ഹരിദാസിന് പുതുക്കാടും ഇരിങ്ങാലക്കുടയിൽ സഹകാര്യവാഹക് M. കലേഷിനുമാണ് തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഉത്തരവാദിത്വം. ഉത്തര കേരളം പ്രാന്തപ്രചാരകായ A. വിനോദിനായിരിക്കും ജില്ലയുടെ മേൽനോട്ടം. പ്രമുഖരും ഇതര രാഷ്ട്രീയക്കാരുമായവരെ കൂടെ കൂട്ടാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനൊപ്പമാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടിടപെടാനുള്ള സംഘത്തിന്റെ തീരുമാനം. എന്നാൽ ഇത് സംബന്ധിച്ച് ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ ബി.ജെ.പി ബന്ധം തള്ളി തൃശൂർ മുൻ മേയർ M.K. വർഗീസ് രംഗത്തെത്തി. ഇന്ന് വരെ ഞാൻ അങ്ങനെ ബി.ജെ.പി ആയിട്ട് ബന്ധപ്പെടുകയോ ബി.ജെ.പി എന്നെ ബന്ധപ്പെടുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ബി.ജെ.പി എന്നെ പരിഗണിക്കുക ഒല്ലൂരെന്നല്ല പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ ഒല്ലൂർ മത്സരിക്കാൻ ഞാനില്ല. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് എൻ്റെ താല്പര്യം. ഒരു ഘട്ടത്തിൽ ബി.ജെ.പിക്കൊപ്പം ചേരുമെന്ന് പ്രചാരണങ്ങൾ ശക്തമായിരുന്നെങ്കിലും ഒല്ലൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയാകാൻ താൻ ഇല്ലെന്ന് വ്യക്തമാക്കിയ വർഗീസ് തനിക്ക് ചില കോൺഗ്രസ് സംസ്ഥാന നേതാക്കളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ബി.ജെ.പി നേതൃത്വം പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് തൃശൂരിൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ് ജില്ലാ ഘടകങ്ങളും NDA നേതൃത്വവും. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.